അപ്പോൾ നമ്മള് വെർട്ടിക്കൽ റൂട്ട്സിന്റെ അടുത്തൊരു വീഡിയോ ഇപ്പൊ നമ്മള് രാവിലെ നമ്മള് ടൈഗർ ടോപ്പിയൊക്കെ കണ്ട് ഫസ്റ്റ് ദിവസം ടൈഗർ ടോപ്പിയെ കണ്ട് കഴിഞ്ഞ് വന്നു. ഇന്ന് വൈകുന്നേരം നമ്മള് പട്ടായയിലെ അൽക്കാസർ ഷോ കാണാനാണ് വന്നത്. അപ്പൊ അൽക്കാസർ ഷോ നമ്മൾ സത്യത്തിൽ നമുക്ക് എന്താണ് അതിന്റെ സംഭവം എന്നറിയില്ല, എന്തൊക്കെ ഡാൻസും പരിപാടികളൊക്കെയാണെന്ന് പറഞ്ഞ്. അപ്പോൾ അതിന്റെ ഷോ ആ കാഴ്ചകളും അതിനുശേഷം നമ്മൾ ഇന്ന് നമ്മുടെ പട്ടായയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകും ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ ആ കാഴ്ചകളുമാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ. അപ്പൊ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അടുത്ത കാഴ്ചകളും നാളെ നമുക്ക് അടുത്ത യാത്രകളുണ്ട്, നമ്മൾ കോറൽ ഐലൻഡിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് നാളെ അടുത്ത വീഡിയോകൾ കാണാം. അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പൊ ഓക്കെ. അപ്പോൾ നമ്മൾ അൽക്കാസർ ഷോക്ക് വന്നതാണ്. ഇതാണ് അൽക്കാസർ ഷോ നടക്കുന്ന സ്ഥലം കേട്ടോ. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക്, അതുപോലെ രാത്രി 8 മണിക്ക്, അതുപോലെ രാത്രി 9:30 മണിക്ക്, അങ്ങനെ 3 ഷോകളാണ് അൽക്കാസർ ഷോ ഉള്ളത്. ഇത് കൂടാതെ വീക്കെൻഡിൽ, അതായത് ശനിയാഴ്ചകളൊക്കെ രാത്രി 11 മണിക്ക് ഒരു സ്പെഷ്യൽ ഷോ കൂടി ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 400 മുതൽ 900 ബാത്ത് വരെയാണ് ഇതിന്റെ ടിക്കറ്റ് റേറ്റ് എന്നാണ് പറയുന്നത്. ഈ ടിക്കറ്റ് റേറ്റിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സീറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. VIP സീറ്റുകളുണ്ട്, അതായത് ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്ന അതൊക്കെ റേറ്റ് കൂടും. അതല്ലാതെ സ്റ്റാൻഡേർഡ് ടിക്കറ്റുകൾക്ക് ആണ് റേറ്റ് കുറവുണ്ടാകുന്നത്. ഒരുപാട് ആളുകൾ കാണാൻ വന്നിട്ട് കണ്ടാവും. ഇതാണ് ഈ അൽക്കാസർ ഷോ നടത്തുന്ന ഈ തിയേറ്ററിന്റെ പുറത്തുനിന്നുള്ള ഒരു കാഴ്ച. ഞങ്ങൾ രാത്രി 8 മണിയുടെ ഷോ കാണാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഈ ഷോ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടാവും. ഈ കാണുന്ന ആർട്ടിസ്റ്റുകളാണ് ഈ ഷോ പെർഫോം ചെയ്യുന്നത്. അവർ ഈ ഷോക്ക് മുമ്പും അതുപോലെ ഷോക്ക് ശേഷവും ഇതുപോലെ പുറത്ത് ആളുകളുമായി ഇന്ററാക്ട് ചെയ്യാൻ ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ സ്ത്രീകളാണെന്ന് വിചാരിക്കേണ്ട, ഇതൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഈ ഷോ പെർഫോം ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതാ അകത്ത് കയറി. ഞങ്ങളുടെ സീറ്റ് ഇത് ബാൽക്കണിയിലാണ്. താഴെയും ഒരുപാട് സീറ്റുകളുണ്ട്, ആളുകളൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ അതവിടെ ഷോ തുടങ്ങാൻ പോവുകയാണ്. സുന്ദരികളായ ട്രാൻസ്ജെൻഡേഴ്സ് നയിക്കുന്ന ലോക നിലവാരത്തിലുള്ള ക്യാബറെ, അതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ അൽക്കാസർ ഷോ. ഷോ തുടങ്ങുകയാണ്. 70 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഷോ ആണ് ഇത് എന്നാണ് പറഞ്ഞത്. 1981 100ഓളം കലാകാരന്മാർ ചേർന്നിട്ടാണ് ആദ്യം ഇതിന്റെ തുടക്കം. പിന്നെ 1990 ശേഷം 400ഓളം കലാകാരന്മാരും അതുപോലെ തിയേറ്ററും വലുതാക്കി 1000ഓളം സീറ്റുകളൊക്കെ ഉള്ള ഒരു തിയേറ്ററൊക്കെ ആക്കി മാറ്റി എന്നാണ് പറയുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂം ധരിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അവരുടെ ഡാൻസ് പെർഫോമൻസ് ലൈറ്റിനും അതുപോലെ സൗണ്ട് സിസ്റ്റത്തിനും മ്യൂസിക്കിനും അനുസരിച്ച് മിക്സ് ചെയ്തിട്ടുള്ള ലോക നിലവാരത്തിലുള്ള ഒരു ക്യാമറ. ഇതിൽ തായ്ലൻഡിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ നൃത്തരൂപങ്ങളും അതുപോലെ ബോളിവുഡിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള തീമുകളൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്യാമറ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിസിറ്റേഴ്സിനെ ഇത് വല്ലാതെ ആവേശം കൊള്ളിക്കുന്നു. ഇതാ നമ്മുടെ ഈ തിയേറ്ററൊക്കെ ഫുള്ളായിട്ട് ആളുകൾ. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഷോ ഒന്ന് കണ്ടു നോക്കാം. ഇത് കണ്ട 2 ആളാണെന്ന് തോന്നും, പക്ഷേ ഇത് ഒരാളാണ്. കോസ്റ്റ്യൂം അനുസരിച്ച് നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ 17 സെഗ്മെന്റുകളുള്ള ഒരു ഷോ ആണ്. ഇവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കുറേ നിയന്ത്രണങ്ങളുണ്ട്, അതുകൊണ്ട് മുഴുവനായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഈ ഒരു ഷോ ഇതിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അൽക്കാസർ ഷോ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിതാ പട്ടായയിലെ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നതിന് വേണ്ടി ഇതാ ബീച്ച് റോഡിലേക്ക് നടന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജിറ്റ്സിൻ്റെ ഒരു സുഹൃത്തും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അയാളും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ അയാൾ ജസ്റ്റ് ഞങ്ങളെ ഈ ബീച്ച് റോഡ് വരെ എത്തിച്ചിട്ട് ഇനി അയാൾ തിരിച്ചു പോകാൻ, അയാൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്, ഇതാണ് ആൾ. അപ്പോൾ അയാളിപ്പോൾ തിരിച്ചു പോകും. അപ്പോൾ ഇനി നമുക്കിവിടെ ഈ ബീച്ച് റോഡിൻ്റെ കാഴ്ചകളും അതുപോലെ നൈറ്റ് ലൈഫ് വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതാണ് ഇവിടെ മനോഹരമായ ബീച്ച്. ഏകദേശം 4 കിലോമീറ്റർ നീളമുള്ള ഒരു
എന്താ പറയുക, ഒരു റാ ഷേപ്പിലുള്ള ഒരു ബീച്ചാണ് ഈ പട്ടായയിലെ ബീച്ച് എന്ന് പറഞ്ഞാൽ. രാവ് വെളുക്കുന്ന വരെ സജീവമായിട്ടുള്ള ഒരു ബീച്ച്, അതാണ് പട്ടായ ബീച്ച്. ഈ ബീച്ചിനോട് ചേർന്നുള്ള ഈ നടപ്പാത രണ്ട് ഭാഗത്തും ഈ ഈന്തപ്പനൊക്കെ വെച്ചിട്ട് നല്ല ലൈറ്റൊക്കെ പിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയിട്ട് നല്ല വൃത്തിയുള്ള ബീച്ചാണ് കേട്ടോ. രാവ് വെളുക്കുന്നവരെ ഇവിടെ ആളുകളുണ്ടാവും. അപ്പോൾ ഇത് കണ്ട ഒരു അന്ധനായൊരു മ്യൂസിഷ്യൻ, അയാൾ ഗിറ്റാർ വായിച്ചും കുറേ ആൾക്കാരൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്. അയാളുടെ ഒരു വരുമാനമാണ്. ഇങ്ങനെ പല വരുമാനങ്ങളും തേടി ഇവിടെ ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇതുപോലെയുള്ള സ്ത്രീകളും അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സുമായ ആളുകൾ രാത്രിക്ക് വില പറഞ്ഞുകൊണ്ട് ശരീരം വിൽക്കാൻ തയ്യാറായി ഇരു ഭാഗത്തും ഈ ബീച്ചിൻ്റെ റോഡിൻ്റെ സൈഡിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ചിലർ നമ്മളെ കാണുമ്പോൾ മൈൻഡ് ചെയ്യും, ചിലർ ഇന്ത്യൻസിനോട് പൊതുവെ ഇവർക്ക് വലിയ താല്പര്യമില്ല. വിദേശികളൊക്കെ അവർ പിന്നാലെ കൂടി മാടി വിളിക്കും. ചിലരൊക്കെ ഇന്ത്യൻസിനെ കണ്ടാലും ചിരിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവർ അവരുടെ റേറ്റ് പറയും, താല്പര്യമുള്ളവർക്ക് അവരെയും കൂട്ടിയിട്ട് പോകാം. അങ്ങനെ പോകുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരെ തേടിയിട്ടാണ് ഈ ആളുകളുള്ളത്. പക്ഷേ നമ്മൾ ഫോട്ടോ എടുക്കുന്ന അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഒന്നുകിൽ അവർ തിരിഞ്ഞു നിൽക്കും, ചിലപ്പോൾ വന്നിട്ട് ചൂടാവുകയൊക്കെ ചെയ്യും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കണ്ടിട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ അതുണ്ടാവും നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഒരാൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. വീഡിയോ എടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവർ തിരിഞ്ഞിരിക്കുക, ചിലപ്പോൾ ചൂടാവുകയൊക്കെ ചെയ്യും, ചിലപ്പോൾ വന്ന് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ എല്ലാ സൈഡിലും ഇവിടെ ഈ ആളുകളുണ്ട്. അതുപോലെ മനോഹരമായ റെസ്റ്റോറൻറ്റുകളും അതുപോലെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഉണ്ട്. ഈ ആളുകളൊക്കെ ഇതിന് നിൽക്കുന്ന ആളുകളാണ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടു, തിരിഞ്ഞു നിന്നു. ഇതാണ് വീഡിയോ എടുത്തുള്ള കുഴപ്പം. ഈ റോഡിൻ്റെ പല ഭാഗത്തും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും അതുപോലെ തായ് റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. അതുപോലെ സ്ട്രീറ്റ് ഫുഡ്, നല്ല സീ ഫുഡ് കിട്ടും ഇതിൻ്റെ രണ്ട് സൈഡുകളിലും. അപ്പോൾ സീ ഫുഡ് ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതണ്ട, ഇതൊരു തട്ടുകടയാണ്. അതുപോലെ നമ്മളെ ഈ പുഴുവും പാറ്റയും ഒക്കെ ഫ്രൈ ചെയ്തിട്ടൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. രാത്രിയിലും ക്ലീൻ ചെയ്യുന്നതുണ്ടോ, ഇവർക്ക് വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ നല്ല സീ ഫുഡൊക്കെ ഉള്ള തട്ടുകടകളൊക്കെ ഉണ്ട്. സീ ഫുഡൊക്കെ കഴിച്ചു നോക്കണം എന്നുള്ളവർക്കൊക്കെ ഇവിടുന്ന് കഴിക്കാം. അതുപോലെ ഈ സ്ട്രീറ്റിൻ്റെ സൈഡിലൊക്കെ ധാരാളം മസാജിങ് സെൻ്ററുകളുണ്ട്. ആ മസാജിങ് സെൻ്ററുകൾക്ക് മുന്നിലൊക്കെ അല്പവസ്ത്രം ധരിച്ച സ്ത്രീകൾ ഇങ്ങനെ നമ്മളെ ക്യാൻവാസ് ചെയ്യാനിരിക്കുന്നുണ്ട്. അവർ നിങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ കയറി വിളിക്കും മസാജിങ് സെൻ്ററിൻ്റെ മെനു ഒക്കെ കാണിച്ചിട്ട്. പക്ഷേ അവിടെ ഷൂട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാത്തത്. നമുക്ക് പിന്നീട് ഒരിക്കൽ നമുക്കത് പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യാം. അപ്പം നടന്ന് നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ മുന്നിലെത്തി. വാക്കിംഗ് സ്ട്രീറ്റാണ്. വാക്കിംഗ് സ്ട്രീറ്റ് ഇതിൽ വാഹനങ്ങൾ പോകില്ല, ആളുകൾ മാത്രമേ പോകാൻ പാടുള്ളൂ, നടന്നു പോകാൻ പാടുള്ളൂ. വണ്ടികളുമായിട്ട് ഇതിലേക്ക് കടന്നു പോരാൻ പറ്റില്ല. ഇതെന്തോ ഒരു ഗെയിമൊക്കെ ഉണ്ട്. അതൊരു സ്ത്രീ ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ നേരെ മുഖമൊക്കെ പൊത്തി. ധാരാളം ആളുകളാണ്. ആഘോഷമാണ് ഈ പട്ടായയുടെ പ്രത്യേകത. രാവ് വെളുക്കുന്നവരെയുള്ള ആഘോഷം. കുറേ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടാവും സൈഡിലൊക്കെ ഉണ്ട്. അതുപോലെ നൈറ്റ് ക്ലബ്ബുകൾ, ഡാൻസ് ബാറുകൾ ഒക്കെ കൊണ്ട് ഈ രാവ് വെളുക്കുന്നവരെ ഇവിടെ ആഘോഷം. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളവിടെ വീഡിയോ എടുക്കുന്നത് കണ്ട ഉടനെ തന്നെ അവിടെ നിന്നുണ്ട് ടോർച്ച് അടിച്ചു. നമ്മളെ ക്യാമറയ്ക്ക് നേരെ ടോർച്ച് അടിച്ചു. അപ്പോൾ നമ്മൾ ക്യാമറ മാറ്റി. കാരണം അവർക്ക് വീഡിയോ എടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങളേതായാലും കാഴ്ചകളൊക്കെ കണ്ട് എവിടെയും കയറിയില്ല, റെസ്റ്റോറൻറ്റുകളിൽ കയറിയില്ല. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു വന്നു. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നൈറ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ജന്നത്ത് എന്ന് പറഞ്ഞത് ശരിക്കും ഒരു ഇന്ത്യൻ ക്ലബ്ബാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊന്ന് കയറി നോക്കി. ഇതോടെ എൻട്രി ഫ്രീ ആണ്. അപ്പോൾ ഒന്ന് കയറി നോക്കി. ഇതുണ്ടോ, ഡാൻസ് ബാറാണ്. ധാരാളം ആളുകളുണ്ട് ഇവിടെ. കുറേ ആൾക്കാർ മദ്യം കഴിക്കുന്നവരുണ്ട്, ബിയർ കഴിക്കുന്നവരുണ്ട്. ഈ ഡാൻസ് ആസ്വദിച്ച് ഇങ്ങനെ ലിക്കർ കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി. ഇവിടെ അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ. ആ ജന്നത്ത് ക്ലബിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ജൽവ ക്ലബ്ബ്. ജൽവ ക്ലബ്ബ് അടുത്ത ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നൈറ്റ് ക്ലബ്ബാണ്. അവിടെയും കൂടി ഒന്ന് കയറി. ഇതാണ് ജൽവ ക്ലബിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. സെയിം പോലെ തന്നെ എല്ലാ ക്ലബ്ബുകളും ഏകദേശം ഇതേപോലെ തന്നെയാണ്. ഇങ്ങനെ ഡാൻസുകളുണ്ടാവും, അതുപോലെ മദ്യം കഴിക്കുന്നതിനും മറ്റൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഡാൻസ് ബാറുകൾ. ഇതാണ് നൈറ്റ് ക്ലബ്ബുകൾ ഇവിടുത്തെ ഒരു കാഴ്ച. അപ്പോൾ കുറേ സമയമായിട്ട് ഞങ്ങൾ ഈ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ഇപ്പോൾ നേരെ ഒരുപാടായി. ഇനി തിരിച്ചു പോകണം. നാളെ രാവിലെ കോറൽ ഐലൻഡിലേക്കുള്ള യാത്രയുണ്ട്.
അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം പുലർച്ചെ 2:30 മണിയായി. ഇപ്പോൾ ബീച്ചിൻ്റെ കാഴ്ചകൾ കണ്ടോ? അപ്പോൾ എങ്ങനെയുണ്ട് ഈ അൽക്കാസർ ഷോൻ്റെയും അതുപോലെ പട്ടായയിലെ നൈറ്റ് ലൈഫിൻ്റെയും കാഴ്ചകൾ നിങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോകൾക്കായി കാത്തിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.